അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകുമെന്ന് മൂന്നാമതും അധികാരത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ രണ്ടാം മോദി സർക്കാരിന് ഹൈവേ നിർമ്മാണത്തിൽ വലിയ തോതിൽ മുന്നോട്ടു പോകാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത 7 വർഷത്തിനുള്ളിൽ 30,600 കിലോമീറ്റർ റോഡ് പണിയാനാണ് ഹൈവേ മന്ത്രാലയത്തിന്റെ ബൃഹത് പദ്ധതി. ഈ പദ്ധതിക്ക് വേണ്ടിവരുന്ന ചിലവാകട്ടെ 22 ലക്ഷം കോടി രൂപ. ധനമന്ത്രാലയത്തിന്റെ അനുമതിക്കായി സമർപ്പിച്ച ഈ പദ്ധതിയിൽ 18,000 കിലോമീറ്റർ എക്സ്പ്രസ് വേയും ഹൈസ്പീഡ് കോറിഡോറും പണിയാൻ വിഭാവനം ചെയ്യുന്നുണ്ട്. ദേശീയ ഹൈവേയിൽ 4,000-ഓളം കിലോമീറ്റർ ദൂരത്തിന് തിരക്ക് കുറയ്ക്കാനുള്ള നൂതന പദ്ധതികളും ആസൂത്രണം ചെയ്യും. ആകെ ചെലവിടുന്ന തുകയുടെ 35% സ്വകാര്യ മേഖലയുടെ സംഭാവനയുമാകും. 2 ഘട്ടമായിരിക്കും ഈ പദ്ധതി പൂർത്തിയാക്കുക. ആദ്യ ഘട്ടം എന്ന് പറയുന്നത് 2028-29 സാമ്പത്തിക വർഷം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. 2036-37 ഈ പദ്ധതി പൂർണ്ണമാക്കും. ഈ ഹൈവേ പദ്ധതികൾക്കായി ഇടക്കാല ബജറ്റിൽ 2,78,000 കോടി രൂപയാണ് അനുവദിച്ചത്. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 2.7% വർധന. 10% വാർഷിക വർധന വേണമെന്നാണ് ഹൈവേ മന്ത്രാലയത്തിന്റെ ആവശ്യം. ഹൈവേ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ട്രക്കുകളുടെ വേഗം മണിക്കൂറിൽ നിലവിലെ 47 കിലോമീറ്ററിൽ നിന്ന് 85 കിലോമീറ്റർ ആകും. ചൈനയിലെ ഹൈവേയിൽ ശരാശരി വേഗത 100 കിലോമീറ്ററും US-ൽ 90 കിലോമീറ്ററുമാണ്. ഇന്ത്യയിലെ ഹൈവേകളിലെ വേഗത കൂടുന്നതോടെ ചരക്ക് നീക്കത്തിലെ ചെലവിൽ 10% കുറവ് വരുത്താമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ലോജിസ്റ്റിക് ചെലവ് കുറയ്ക്കുക, ഇന്ത്യയിലെ റോഡുകളുടെ തിരക്ക് കുറയ്ക്കുക, മഹത്തായ ഒരു വികസിത രാജ്യം കെട്ടിപ്പടുക്കുക എന്നിവയാണ് ഈ പദ്ധതി കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.